അപ്പോൾ ഗായ്സ്, ഈ കാർഡാണ് ഇപ്പോൾ നമ്മൾ ഇന്നത്തെ കാർഡ് ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത്. A4 പേപ്പർ ഹാഫാക്കിയത്. ഇനി നമുക്ക് ഈ A4 പേപ്പറിനെ കാണാനൊക്കെ ഒന്നും എനിക്കറിയത്തില്ല, അതിൻ്റെ മുന്നേ കൊണ്ട് പറ്റുന്ന വിധം തരാം. എനിക്കിപ്പം വീടെടുക്കാൻ ആരുമില്ല, ഞാൻ തന്നെ ഇന്ന് ഒരു സ്റ്റാൻഡിനകത്ത് ചാരി വെച്ചിട്ടാണ് ഞാൻ വീടെടുക്കുന്നത്. ഇത്രത്തോളം പോരായ്മയുണ്ടെങ്കിൽ ക്ഷമിക്കാം കേട്ടോ. കൂടിയിട്ട് ഇങ്ങനെ മടക്കിയിട്ട് ഈ സൈഡിൽ മടക്കിയ ഭാഗം കീറി കൊടുക്കണം. എന്നിട്ട് ആ ഭാഗം കളയില്ല കേട്ടോ, യൂസ്ഫുള്ളാണ്. എന്നിട്ട് ഇത് ഇങ്ങോട്ടാക്കുക, ഈ നടക്കത്തെ സെൻറ്ററിൽ വേണ്ടിട്ട് മറ്റേ സൈഡും സെയിം മെത്തേഡ് അപ്പം ഇങ്ങോട്ട് ഇപ്പുറം ഇഷ്ടമുള്ള സൈഡിനടുത്ത് അത് സെൻറ്ററിലോട്ട് ടാപ്പാക്കി കൊടുക്കാം. ടേപ്പ് എവിടെ കൊടുക്കും. നമുക്ക് ടേപ്പ് എടുത്തിട്ട് ഇതിൻ്റെ സൈഡിലായിട്ടിങ്ങനെ കൊച്ചു കത്രികയാണ്. ഇതും ടേപ്പിൻ്റെ യൂസ്. ഈ മറ്റേ സൈഡ് കൂടി ഇങ്ങനെ ചെയ്തെടുക്കാം. ഇത്രയുള്ള ഗായ്സ്, കളർ റെഡി. ഇനി നമുക്ക് ഇതിന് ഒന്ന് കളർ എടുക്കാം. പേർപ്പിൾ കളറാണ് എടുക്കുന്നത്. ടേപ്പ് ഇങ്ങനെ ഒട്ടിച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കളർ എടുക്കുമ്പോൾ നല്ല രസമായിട്ട് വരും. സൈഡ് നമ്മൾ അടിച്ചപ്പോൾ ഉണ്ട്. നമുക്ക് സാധാ സ്കെച്ച് പെന്നിൽ പർപ്പിൾ കളറ് എടുക്കാം. എന്നിട്ട് പിന്നെ ഇങ്ങനെ ജസ്റ്റ് ബോർഡറായിട്ട് ഇങ്ങനെ വരഞ്ഞെടുക്കാം. നമുക്ക് ഞാനിങ്ങനെ 6 ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. സൈഡ് കട്ട് ചെയ്ത് നമുക്ക് കാണുന്ന ഹാപ്പി ബർത്ത്ഡേന്ന് ഈ പേപ്പറിനകത്തൊന്ന് എഴുതി കൊടുക്കാം. ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇത് മടക്കി നമ്മുടെ ഈ ഗിഫ്റ്റ് പേപ്പറിനകത്തോട്ടിടാം. പിന്നെ ഈ മണ്ടയ്ക്കൂന്നിങ്ങനെ മടക്കിയിട്ട് നേരത്തെ ചെയ്ത മെത്തേഡ് തന്നെ ടേപ്പ് വെച്ച് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം.
എന്നിട്ട് ഇവിടെ ഹാഫായിട്ട് വരുന്ന പീസസ് കട്ടാക്കി കൊടുക്കാം. ഇടയ്ക്ക് കത്രിക 2 പീസായി. നമുക്ക് നേരത്തെ ചെയ്ത പർപ്പിൾ കളർ തന്നെ എടുത്തിട്ട് വീണ്ടും ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇവിടെ ഹാപ്പി ബർത്ത്ഡേ എന്ന് നമുക്ക് ഇഷ്ടമുള്ള റൈറ്റിങ്സ് എഴുതി അവസാനിക്കാം. ബൈ.